Hello everyone, welcome to the class on Modern World History. We are discussing about colonialism in the modern world. We have already studied about colonization of Africa with a special focus on Algeria. Today we will discuss about colonialism in Asia. Colonization of Africa നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആഫ്രിക്കയെ യൂറോപ്യൻ പവേഴ്സ് കൊളനൈസ് ചെയ്തതെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏഷ്യയിലുണ്ടായിട്ടുള്ള കോളനി വൽക്കരണത്തെക്കുറിച്ചിട്ടാണ്. ഈ രണ്ട് കൊളനൈസേഷൻ പ്രോസസ്സിലും ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും, എസ്പെഷ്യലി ദി എക്കണോമിക് ആൻഡ് ദ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോപ്പിക് കൊളനൈസേഷൻ ഓഫ് ഏഷ്യ. Asian colonization ആരംഭിക്കുന്നത് 16th സെഞ്ചുറിയോട് കൂടിയിട്ടാണ്. By the 16th and the 17th centuries, there was a beginning of the European influence into Asia, especially with the expansion of trade. Traders ആയിട്ടാണ് യൂറോപ്യൻസ് ഏഷ്യയിലേക്ക് വരുന്നത്. പിന്നീട് യൂറോപ്യൻ എക്സ്പ്ലോറേഷൻസ് ഉണ്ടാകുന്നു, പുതിയ പുതിയ ജോഗ്രഫിക്കൽ റൂട്ടുകൾ കണ്ടെത്തുന്നു, സീ റൂട്ടുകൾ കണ്ടെത്തുന്നു. അങ്ങനെയാണ് യൂറോപ്യൻ ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ആയിട്ട് വരുന്നത്. And with this expansion by the 16th and the 17th centuries, there was a major change that is a shift from Mediterranean to the Atlantic. Until that, Mediterranean world ആയിരുന്നു അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ റീജിയൻ ആയിരുന്നു ട്രേഡിൻ്റെയും അതുപോലെ തന്നെ നേവൽ ഫോഴ്സിൻ്റെയൊക്കെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷവും അതുപോലെ തന്നെ ഏഷ്യയിലേക്കുള്ള പുതിയ സീ റൂട്ടുകൾ കണ്ടെത്തിയതിന് ശേഷവും മെഡിറ്ററേനിയൻ വേൾഡിൽ നിന്നും അറ്റ്ലാന്റിക് റീജിയനിലേക്ക് ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് അറ്റ്ലാന്റിക് നേഷൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് റീജിയനോട് ചേർന്ന് കിടക്കുന്ന നേഷൻസ് പുതിയതായിട്ട് എമേർജ് ചെയ്തു വരികയും അവർ പുതിയ പവർഫുൾ നേഷൻസ് ആയിട്ട് എമേർജ് ചെയ്തു വരുന്നതാണ് കാണുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഷിഫ്റ്റ് ഫ്രം മെഡിറ്ററേനിയൻ ടു ദി അറ്റ്ലാന്റിക് ആൻഡ് ദി എമർജൻസ് ഓഫ് ദി നേഷൻസ് ലേ ഓൺ ദി അറ്റ്ലാന്റിക്. Then by 18th and 19th centuries, we can see the second phase of the colonialism, that is the extension of the European influence into Asia and Africa. ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള യൂറോപ്യൻ ഇൻഫ്ലുവൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കാണുന്നത് 18ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിലും കൂടിയിട്ടാണ്. എസ്പെഷ്യലി വിത്ത് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബൈ ദി എൻഡ് ഓഫ് ദി 18th century. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് യൂറോപ്പിൽ എസ്പെഷ്യലി ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് കൊളോണിയലിസത്തിൻ്റെ അടുത്ത സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ന്യൂ ഇമ്പീരിയലിസം അല്ലെങ്കിൽ ന്യൂ കൊളോണിയലിസം എന്ന് പറയുന്നത്. ഈ ന്യൂ ഇമ്പീരിയലിസം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനാണ്. എന്താണ് സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് എമേർജ് ചെയ്തു വന്നു ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ പുതിയതായിട്ട് എമർജ് ചെയ്തു വന്ന ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ മാർക്കറ്റ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കോളനികൾ കണ്ടെത്തേണ്ട ആവശ്യകത യൂറോപ്യൻ നേഷൻസിൻ്റെ ഇടയിൽ എമർജ് ചെയ്തു വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു വന്നു. ആൻഡ് ദിസ് സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ടു ദി എംപയർ ബിൽഡിംഗ്. അങ്ങനെയാണ് ഇമ്പീരിയലിസം പിന്നീട് റാപ്പിഡായിട്ട് വരുന്നത്. ആൻഡ് ദി റൈസ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് വിച്ച് ദേ ഡിമാൻഡഡ് ഫോർ അക്വയറിംഗ് മോർ ലാൻഡ്സ് ഓർ മോർ കോളനീസ്. ആസ് എ റിസൾട്ട് ദർ വാസ് എ ഷിഫ്റ്റ് ഇൻ ദി സ്ട്രാറ്റജി ഓഫ് ട്രേഡ്. അതുവരെ ഉണ്ടായിരുന്ന ട്രേഡല്ല നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ട്രേഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി അതുവരെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളായിരുന്നു ഏഷ്യയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം they began to collect or they began to accumulate the raw materials for the newly emerged industries. അവരുടെ പുതിയതായിട്ട് എമർജ് ചെയ്തു വന്ന ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരുന്നു പിന്നീട് അവർ ഏഷ്യയിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു ട്രേഡിംഗ് പോളിസീസ് എമർജ് ചെയ്തു വരുന്നു. ആൻഡ് ദി എമർജൻസ് ഓഫ് ദി ട്രേഡിംഗ് പോളിസീസ് ന്യൂ ട്രേഡിംഗ് പോളിസീസ് റിസൾട്ടഡ് ഇൻ ദി എമർജൻസ് ഓഫ് ന്യൂ കൊളോണിയൽ പോളിസി. അങ്ങനെയാണ് ന്യൂ കൊളോണിയലിസം അല്ലെങ്കിൽ ന്യൂ ഇമ്പീരിയലിസം എമർജ് ചെയ്തു വരുന്നത്. ഈ കൊളോണിയലിസത്തെ നമുക്ക് രണ്ട് സ്റ്റേജസ് ആയിട്ട് റഫ്ലി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഏർലി ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബൈ 16th and the 17th centuries. ദാറ്റ് ഈസ് ദി ഓൾഡ് കൊളോണിയലിസം ഓർ ദി ഇമ്പീരിയലിസ്റ്റ് ഫേസ്. ആൻഡ് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോളനീസ് വർ മെയിൻലി ഫോർ ദി ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു അവർ കോളനികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യലി കോളനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് പോസ്റ്റുകളോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റുകളോ ആയിരുന്നു ഈ ആദ്യത്തെ ഫേസിലുള്ള കോളനികൾ
കോളനികൾ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് കോളനീസ് were located along the coastal line or on the smaller islands. കോസ്റ്റൽ ലൈനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു പ്രത്യേകിച്ചും ആദ്യത്തെ ഫേസിലുണ്ടായിരുന്ന സെറ്റിൽമെൻറ്റുകൾ അല്ലെങ്കിൽ കോളനികൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ആദ്യത്തെ ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോർച്ചുഗീസ്, സ്പെയിൻ, ഡച്ച് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ പവേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് ഫേസ്, that is the new imperialist phase. It was begun by the late 18th century and the 19th century. And ഈ ഒരു ഫേസിൽ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് the colonies were made mainly for the industries. നമ്മൾ ആദ്യത്തെ ഫേസിൽ കണ്ടത് colonies converted or created mainly for the trade ആയിരുന്നുവെങ്കിൽ സെക്കൻഡ് ഫേസിൽ colonies were created for the industries because 18th സെഞ്ചുറിയുടെ അവസാനത്തിലാണ് ഇൻഡസ്ട്രി റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് കൊളോണിയലിസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ സ്പ്രെഡ് ഓഫ് ദി colonizing powers or the European powers into the interiors of the continents. തുടക്കത്തിൽ കോസ്റ്റൽ ലൈനുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു അവർക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, കോളനികൾ ഉണ്ടായിരുന്നുവെങ്കിൽ സെക്കൻഡ് ഫേസിലെത്തിയപ്പോഴേക്കും ആ കോണ്ടിനെൻറ്റിൻ്റെ ഇൻറ്റീരിയർ പാർട്ടുകളിലേക്ക് യൂറോപ്യൻ പവേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ചൈനയാണ്. തുടക്കത്തിൽ ആകെ 2 പോർട്ട് സെൻറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂറോപ്യൻസിന്. പിന്നീടാണ് ചൈനയെ അവർ വാട്ടർ മെലൺ പോലെ കട്ട് ചെയ്തെടുക്കുന്നതും അതിൻ്റെ ഇന്ത്യയുടെ പാർട്ടിലേക്കൊക്കെ കിടക്കുന്നതും. ഈ ചൈനയെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ സ്പ്രെഡ് ഓഫ് ദി യൂറോപ്യൻ പവേഴ്സ് ഇൻ ടു ദി ഇൻറ്റീരിയേഴ്സ് ഓഫ് ദി കോണ്ടിനെൻറ്റ്. അതൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സെക്കൻഡ് ഫേസിൽ. ദെൻ ഈ ഫേസിൽ നമുക്ക് കാണുന്ന 2 പ്രധാനപ്പെട്ട യൂറോപ്യൻ പവേഴ്സാണ്. വൺ ഇസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ഈ കൊളോണിയലിസത്തിൻ്റെ എങ്ങനെയാണ് കൊളനൈസേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊളോണിയലിസം സ്പ്രെഡ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ന്യൂ ഇറ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലുള്ള കൊളോണിയലിസം എങ്ങനെ ഡെവലപ്പ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓർ വിത്ത് ദി ഇൻഡസ്ട്രിയലൈസേഷൻ. സോ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നാണ് കൊളോണിയലിസം ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ദർ വാസ് എൻ എമർജൻസ് ഓഫ് ന്യൂ ഇൻഡസ്ട്രീസ് ആൻഡ് ദീസ് ന്യൂ ഇൻഡസ്ട്രീസ് ദർ വാസ് അവർ ഈ പുതിയതായിട്ട് എമർജ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് എന്താവശ്യമായിട്ടുണ്ടായിരുന്നു? ദർ വാസ് എ നീഡ് ഫോർ റോ മെറ്റീരിയൽസ് ആൻഡ് ന്യൂ മാർക്കറ്റ്സ്. അവർക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമായിരുന്നു, അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റുകളും അവർക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൽ ഇത് രണ്ടും ലഭ്യമല്ലാത്തത് കൊണ്ട് there began a search for the supplier, there began a search for new markets and the sources for the raw materials. ആൻഡ് ഈ ഒരു സെർച്ചാണ് അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽസിൻ്റെ അക്യുമുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചാണ് ട്രേഡിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദി ട്രേഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എമർജ് ചെയ്തു വരുന്നു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രേഡിംഗ് പോളിസീസിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് പാറ്റേണിൽ ചേഞ്ച് കൊണ്ടുവരുന്നു. ട്രേഡിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ബാലൻസ് ഓഫ് ട്രേഡ് മാറിയിട്ട് യൂറോപ്യൻ കൺട്രീസിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ട്രേഡിനെ കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് ഇംബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രേഡിംഗ് പോളിസിയാണ് ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന പോളിസി. ഈ ഫ്രീ ട്രേഡ് ട്രേഡിംഗ് പോളിസിയിലൂടെ എന്ത് സംഭവിച്ചാൽ ഇന്ത്യയിൽ നിന്നൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ നിർത്തലാക്കുകയും കൂടുതലായിട്ട് റോ മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് യൂറോപ്യൻ പ്രോഡക്റ്റുകൾക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അതാണ് ട്രേഡിലുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ട്രേഡിംഗ് പോളിസീസ് ഓർ ന്യൂ ട്രേഡിംഗ് പാറ്റേൺസ്. ഈ ട്രേഡിംഗ് പോളിസീസിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ് കൊളോണിയൽ പോളിസിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം ട്രേഡിലുണ്ടാകുന്ന മാറ്റം എങ്ങനെ പോയാലും അവിടുത്തെ നേറ്റീവ് റൂളേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നേറ്റീവ് റൂളേഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നേറ്റീവ് റൂളേഴ്സുമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു പീസ് ട്രീറ്റികളൊക്കെ മാറിയിട്ട് ഒരു സപ്രസീവ് റൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാർഷ് റൂളിൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പെഷ്യലി ദേ ബിഗാൻ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഹെജിമണി
and they began to introduce new warfare techniques or the very suppressive and exploitative rule in the colonies. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷനോട് കൂടിയിട്ട് കോളനിവൽക്കരണം ഏഷ്യയിൽ സാധ്യമാകുന്നത്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നത് എക്കണോമിക് ആയിരുന്നു പ്രധാനമായിട്ടും കോളനിവൽക്കരണത്തിന് പിന്നിലുണ്ടായിട്ടുള്ള മേജർ മോട്ടീവ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ വ്യൂവ്ഡ് ദ ഏഷ്യൻ ഓർ ദി ആഫ്രിക്കൻ കൺട്രീസ് മെയിൻലി ഫോർ ദി എക്കണോമിക് പർപ്പസ്. 3 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഏഷ്യനെയും ആഫ്രിക്കയിലെ രാജ്യങ്ങൾ അവർ കണ്ടിരുന്നത്, അല്ലെങ്കിൽ കോണ്ടിനെൻസിനെ അവർ കണ്ടിരുന്നത്. ഒന്ന്, ഏഷ്യ ഓർ ദ ആഫ്രിക്ക ആസ് എ സപ്ലയർ ഓഫ് ദി റോ മെറ്റീരിയൽസ് ഫോർ ദി ന്യൂലി എമേർജ്ഡ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് വൺ, it is a market for their goods, the European goods, European industries lo undakiyittulla goods inde oru market. Third one, as a security or a safe field to invest their capital. അവരുടെ ക്യാപിറ്റൽ വളരെ സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങളായിട്ടാണ് അവർ ഏഷ്യനെയും ആഫ്രിക്കനെയൊക്കെ കണ്ടിരുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട എക്കണോമിക് ഫാക്ടേഴ്സാണ് ഈ കോളനിവൽക്കരണത്തിന്, കൊളനൈസേഷൻ പ്രോസസ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അലോങ് വിത്ത് ദിസ് എക്കണോമിക് ഫാക്ടേഴ്സ് ദർ ആർ സം പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓർ ദ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. പ്രത്യേകിച്ചും യൂറോപ്യൻ പവേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻറ്റൻസ് റൈവൽറി, ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എംപയർ ബിൽഡിങ്ങിലേക്ക് ലീഡ് ചെയ്തു എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എമേർജ് ചെയ്തു വന്ന ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ്, ഈ ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിൻ്റെ ഇടയിൽ കോളനികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അറൈസ് ചെയ്തു. എങ്ങനെയാണ് കോമ്പറ്റീഷൻ അറൈസ് ചെയ്തത്? ബിക്കോസ് ദർ വാസ് എ ടെൻഡൻസി ദാറ്റ് ഇസ് കോളനീസ് ബിക്കെയിം എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് നാഷണൽ പ്രസ്റ്റീജ്, പവർ ആൻഡ് വെൽത്ത്. എത്രത്തോളം കോളനി ഉണ്ടോ അത്രത്തോളം ആ രാജ്യം വളരെ പവർഫുൾ ആണെന്ന്, വളരെ വെൽത്തിയസ്റ്റ് ആണ് എന്ന് പറയുന്നൊരു തിയറി അല്ലെങ്കിൽ ഒരു പോളിസി ഈ ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് രാജ്യങ്ങളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെൽത്തിയസ്റ്റ് ആകണമെങ്കിൽ, കൂടുതൽ പവർഫുൾ ആകണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ദേ വോണ്ട് ടു എക്വയർ മോർ ലാൻഡ് ഓർ ദേ വോണ്ട് ടു എക്വയർ മോർ കോളനീസ്. അപ്പോൾ ഈ ഒരു തിയറീനെ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു കൊളനൈസേഷൻ പ്രോസസ്സിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങിയത്. ആൻഡ് ദിസ് ലെഡ് ടു ദി ലാർജ് സ്കെയിൽ ടെറിട്ടോറിയൽ അക്വിസിഷൻസ്. പ്രത്യേകിച്ചും ഈ ഒരു സ്ട്രഗിളിൽ, ദിസ് വാസ് എ സ്ട്രഗിൾ ഫോർ ഹെജിമണി ബിറ്റ്വീൻ ദി കോമ്പീറ്റിംഗ് വെസ്റ്റേൺ പവേഴ്സ് ലൈക്ക് സ്പെയിൻ, പോർച്ചുഗൽ, റഷ്യ, ഡച്ച്, ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് USA. ഇതിൽ ബ്രിട്ടൻ ആയിരുന്നു വൺ ഓഫ് ദി ലാർജസ്റ്റ് കൊളോണിയൽ പവർ in the colonization process. So let us see more about Britain. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്ന ഒരു യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നത് ബ്രിട്ടൻ. അതുകൊണ്ടാണ് ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപർ എന്ന് വിളിക്കാൻ തന്നെ കാരണം ലോകത്തിലെ എല്ലായിടത്തും തന്നെ ബ്രിട്ടന് കോളനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേ ഹാഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ. അതുപോലെ ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്നത് ഏഷ്യയിലായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു കോളനി എന്ന് പറയുന്നത് നോ ഡൗട്ട് അത് ഇന്ത്യ ആയിരുന്നു. Apart from India, they had colonies in the Middle East like Oman, Yemen, then Kuwait, Iraq, Jordan, Palestine. Then coming to the eastern side or southern side, the Myanmar, Sri Lanka, then Maldives, Singapore, Malaysia, then Brunei, then North Borneo, ഹോങ്കോങ്, ചൈനയിലെ ഹോങ്കോങ്, ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർക്ക് കോളനികളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ലോകത്തിൻ്റെ പകുതിയിലധികം, ഒരു 1/3 എന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്രിട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏഷ്യയെ കോളനൈസ് ചെയ്തിട്ടുള്ള മറ്റ് യൂറോപ്യൻ പവേഴ്സാണ്. വൺ ഇസ് പോർച്ചുഗൽ. ഒരുപക്ഷെ ആദ്യത്തെ യൂറോപ്യൻ പവർ, ഏഷ്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ പവർ. ഇൻ ദി സെക്കൻഡ് ഫേസ് കൊളനൈസേഷനിൽ ആദ്യത്തെ യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് പോർച്ചുഗൽ ആയിരിക്കും. 1497 അവർ ഏഷ്യയിലേക്ക് വന്ന്, എസ്പെഷ്യലി ആസ് എ ട്രേഡേഴ്സ്. പിന്നീട് അവിടെ നിന്ന് അവർ പല ഭാഗങ്ങളിലേക്കും അവർ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുന്നു. ട്രേഡ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസുകാർ അവരുടെ കോളനികളും സെറ്റിൽമെൻറ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ള കോളനീസ് എന്ന് പറയുന്നത് ഓൺ ദി കോസ്റ്റൽ പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്തോനേഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ചൈന. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോർച്ചുഗലിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓർ ദി ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൊളനൈസേഷൻ പ്രോസസ്സിന് അത്ര ഫേവറബിൾ അല്ലാത്തത് കൊണ്ട്
എസ്പെഷ്യലി ഈ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പോർച്ചുഗീസ് പവർ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു യൂറോപ്യൻ പവേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷനിൽ റൈവൽറിയിൽ പോർച്ചുഗീസ് പവർ ഡിക്ലൈൻ ചെയ്യുന്നു ബൈ 17th and 18th centuries. നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്ന അത്രയധികം പൊസഷൻസ് ഒന്നും പോർച്ചുഗീസുകാർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ബൈ ദി 20th century ഇന്ത്യയിൽ ആകെ റിമൈനിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഗോവയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ചൈനീസ് പോർട്ടായിരുന്ന മക്കാവു. ഒരു പക്ഷേ പോർച്ചുഗീസുകാരുടെ ചൈനയിലെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് മക്കാവു തന്നെയായിരുന്നു. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് യൂറോപ്യൻ പവേഴ്സ്, ദാറ്റ് ഇസ് നെതർലാൻഡ്സ് ഓർ ദി ഡച്ച്. 1602 ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു, ട്രേഡോടുകൂടി അല്ലെങ്കിൽ ട്രേഡ് എക്സ്പാൻഷൻ്റെ ട്രേഡിംഗ് പർപ്പസ് ആയിട്ടായിരുന്നു നെതർലാൻഡ്സുകാർ ഏഷ്യയിലേക്ക് വരുന്നത്. പിന്നീട് ഏഷ്യയുടെ പല ഭാഗങ്ങളിലും അവർക്ക് ട്രേഡിംഗ് സെൻറ്റേഴ്സുകൾ ഓപ്പൺ ചെയ്തു. ദേ ഹാഡ് ദ കോളനീസ് ഇൻ ശ്രീലങ്ക, ബട്ട് ലേറ്റർ ദേ ലോസ്റ്റ് ഇറ്റ് ടു ബ്രിട്ടൻ, ദെൻ തായ്വാൻ വിച്ച് അഗെയിൻ ലോസ്റ്റ് ടു ചൈനീസ്, ആൻഡ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അന്നത്തെ സ്പൈസ് ഐലാൻഡ്സ്, ജാവ, സുമാത്ര, അവിടെയൊക്കെയുള്ള സ്പൈസ് ഐലാൻഡ്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഇന്തോനേഷ്യ, ദെൻ മൗറീഷ്യസ്, ഇവിടെയൊക്കെയായിരുന്നു ഡച്ചുകാർക്കുണ്ടായിരുന്ന കൊളോണിയൽ പൊസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ അനദർ പ്രോമിനൻറ്റ് യൂറോപ്യൻ പവർ, ദാറ്റ് ഇസ് ഫ്രാൻസ്. ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിലായിരുന്നു പ്രധാനമായിട്ടും ഈ കൊളോണിയൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ കൊളനൈസേഷൻ പ്രോസസ്സിൽ രണ്ട് റൈവൽ പവേഴ്സ് എന്ന് ലീഡിംഗ് റൈവൽ പവേഴ്സ് എന്ന് പറയുന്നത് വൺ ഇസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസുകാരും ഈ ഏഷ്യയിൽ ധാരാളം കോളനികൾ ക്രിയേറ്റ് ചെയ്തു. ദേ ഹാഡ് ദ കോളനീസ് ഇൻ ലെബനൻ, സിറിയ, ദെൻ ഓൾസോ ദ കോളനീസ് ഇൻ ഇന്ത്യ, ഇൻഡോ ചൈന എന്ന് പറയുന്നത് ഇന്നത്തെ വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇൻഡോ ചൈന എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഫ്രാൻസിൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് സ്പെയിൻ മറ്റൊരു പ്രധാനപ്പെട്ട യൂറോപ്യൻ പവറാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ദ ഹാഡ് ദ പൊസിഷൻസ് ഇൻ നോർത്തേൺ തായ്വാൻ ആൻഡ് ഫിലിപ്പൈൻസ്. പക്ഷേ ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് പിന്നീട് സ്പെയിൻകാർക്ക് നഷ്ടപ്പെട്ടു. US-കാരാണ് പിന്നീട് അത് ഫിലിപ്പൈൻസിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഈ യൂറോപ്യൻ പവേഴ്സിനൊക്കെ വ്യത്യസ്തമായിട്ട് കൊളനൈസേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഏഷ്യയെ കൊളനൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു യൂറോപ്യൻ പവറാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യൻസ് 16th century തുടക്കത്തോടു കൂടി തന്നെ ഏഷ്യയെ കോൺകർ ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ദി നോർത്തേൺ ആൻഡ് സെൻട്രൽ ഏഷ്യ. എന്താണ് റഷ്യൻസിനെ ഈ ഒരു കൊളനൈസേഷൻ പ്രോസസ്സിൽ സഹായിച്ചൊരു ഘടകം എന്ന് പറയുന്നത്, ഏഷ്യയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഏഷ്യൻ കോൺക്വസ്റ്റിനെ സഹായിച്ചിട്ടുള്ളൊരു ഘടകമാണ്. പ്രത്യേകിച്ചും കരമാർഗത്തിലുള്ള ലാൻഡിലൂടെയുള്ളൊരു ആ ഒരു എക്വിസിഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആക്കി മാറ്റിയിട്ടുള്ള ഒന്നായിരുന്നു റഷ്യൻസിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ജോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ കോൺക്വേർഡ് സൈബീരിയ ബൈ ദി 16th century. Then by the end of the 19th century they occupied the territories such as Bukhara, താഷ്കണ്ട് ആൻഡ് സമർഗണ്ട്. അങ്ങനെ പതുക്കെ പസഫിക് വരേക്കും റഷ്യൻസിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ കൊളനൈസേഷൻ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഈ കൊളനൈസേഷൻ പ്രോസസ്സിൽ യൂറോപ്യൻസിനെ സഹായിച്ചിട്ടുള്ള മേജർ ഫാക്ടേഴ്സ്? ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ പറയാം. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പാർട്ട് ഫ്രം ദിസ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള 3-4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷന് മുൻപേ തന്നെ അവിടെ ധാരാളമായിട്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. കമ്പയറിംഗ് വിത്ത് ഏഷ്യൻസ് ആൻഡ് ആഫ്രിക്കൻസ്, ദ വർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് വെസ്റ്റേൺ കൺട്രീസ്. ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസാണ് ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏഷ്യയിലെയും അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കോളനികളെ അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസിന് ഈ ഏഷ്യനെയും ആഫ്രിക്കയെയും കോൺകർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവരുടെ വാർഫെയർ ടെക്നിക്സും അവരുടെ ആർമമെൻറ്റ്സിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അനദർ പോയിന്റ് ഈസ് അഡ്വാൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പ്രത്യേകിച്ചും റോഡ്, അതുപോലെ തന്നെ റെയിൽവേ, ഇതൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു കൊളോണിയൽ റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ള ഘടകങ്ങളായിരുന്നു. ബിക്കേം എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ദി കൺസോളിഡേറ്റിംഗ് ഫോറിൻ റൂൾ ഓവർ ദി എക്സ്റ്റെൻസീവ് ടെറിട്ടറീസ്. കാരണം ഇൻറ്റീരിയർ പാർട്ടിലേക്കൊക്കെ കൊളോണിയൽ റൂള് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ട് അവരെ സഹായിച്ചിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ
and communication facilities. Along with this enormous technical superiority, they used important psychological instruments like racism and arrogance. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻസ് വളരെ സുപ്പീരിയർ റേസ് ആണെന്നും അല്ലെങ്കിൽ അവർ വളരെ സുപ്പീരിയർ ആണെന്നും കൾച്ചറലി സിവിലൈസ്ഡ് ആണെന്നും ഏഷ്യൻസും അതുപോലെ തന്നെ ആഫ്രിക്കൻസും അൺസിവിലൈസ്ഡ് ആണെന്നും ഇൻഫീരിയർ ആണെന്നുള്ളൊരു ധാരണ ഏഷ്യൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ആഫ്രിക്കൻസിൻ്റെ ഇടയിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂറോപ്യൻസിന് സാധിച്ചു. അങ്ങനെ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് അവർ ഉപയോഗിച്ച ടൂളുകളാണ് റേസിസം എന്ന് പറയുന്നതും അറഗൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കോളനികളെ ഇൻഫീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ആ ഒരു ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് കോളനികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു ഈ ഒരു ടെക്നോളജി, ഈ ഒരു സൈക്കോളജിക്കൽ ടൂൾ വെച്ച്. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും colonization പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും യൂറോപ്യൻസിന് സാധിച്ചു. ഒന്ന് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെ യൂസേജ്. മൂന്നാമത്തത് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടർ, ദാറ്റ് ഈസ് യൂസ് ഓഫ് റേസിസം ആൻഡ് അറഗൻസ് എമംഗ് ദി colonies. So all these factors along with the industrialization, economic development, nationalism which was emerged in the European countries, all together empire building അല്ലെങ്കിൽ colonialism എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസി ആക്കി മാറ്റി യൂറോപ്യൻസിന്. ഇനി ഈ കൊളോണിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏഷ്യൻസ് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഓഫ് കോഴ്സ് അവരുടെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻറ്റ് ഡെവലപ്പ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിത്ത് ദി ഇൻക്രീസ് ഓഫ് ദി ഹെജിമോണിക് റൂൾ, there was an increased expression of dissatisfaction with the colonial rule. പ്രത്യേകിച്ചും അവരവരുടെ ഭരണം കോളനികളിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി എക്സ്പ്ലോയിറ്റേറ്റീവ് റൂൾ ഓർ ദി സപ്രസീവ് റൂൾ, ഈ കൊളോണിയൽ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോളനികളിലൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് വാറുകളും റെബല്യൻസും കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 1857 റിവോൾട്ട് ആൻഡ് ചൈനയിലുണ്ടായിട്ടുള്ള ബോക്സർ റെബല്യൻ, ദെൻ ഓപ്പിയം വാർസ് എന്നൊക്കെ പറയുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ആൻഡ് സെവറൽ നാഷണൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എമംഗ് ദി കോളനീസ് വർ ഓർഗനൈസ്ഡ് ബൈ ഡ്യൂറിംഗ് ദി 20th century. 20th century നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻസിൻ്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജ്, ഒരു പീക്കാണ് കാണാൻ സാധിക്കുന്നത്. 18th and 19th century കൊളോണിയലിസം ഉണ്ടാകുന്നു, കൊളോണിയൽസ് റാപ്പിഡ് ആകുന്നു 19th century. 20th century ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുകൾ ഈ കോളനികളിലൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോളനികൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു നമുക്ക് 20th century കാണാൻ സാധിക്കാവുന്നതാണ്. ഇനി ഈ കോളനിവൽക്കരണം അല്ലെങ്കിൽ കൊളനൈസേഷൻ പ്രോസസ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള റിസൾട്ടുകൾ എന്താണെന്ന് നോക്കാം, ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. There are some positive and negative results. First of all, നമുക്ക് പോസിറ്റീവ് റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ there are several social and cultural developments in the colonies. പ്രത്യേകിച്ചും ടെക്നോളജിക്കലി ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. പുതിയ പുതിയ ഇൻഡസ്ട്രീസ് എമേർജ് ചെയ്തു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മെഡിസിൻസ്, മോഡേൺ മെഡിസിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മോഡേൺ മെഡിസിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ആൻഡ് അതുപോലെ തന്നെ അവരുടെ സാനിറ്റേഷൻ ഫെസിലിറ്റീസിലൊക്കെ ഒരുപാട് ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ദർ വാസ് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ചും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് റേഷ്യൽ ഐഡിയോളജി അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന ഐഡിയോളജിയൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എമേർജ് ചെയ്തു. സയൻറ്റിഫിക് നോളജിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ മോഡേൺ എഡ്യൂക്കേഷനാണ്. അപ്പോൾ റീസണിങ്ങിനും അതുപോലെ തന്നെ സയൻറ്റിഫിക് നോളജിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മോഡേൺ എഡ്യൂക്കേഷൻ ഈ കൊളനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് കോളനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നത്. ആൻഡ് ഓൾസോ ദർ വാസ് സിവിലൈസിംഗ് പ്രോസസ് ബൈ ദ ക്രിസ്ത്യൻ മിഷണറീസ്. ധാരാളം മിഷണറി ആക്ടിവിറ്റീസ് കോളനികളിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സിവിലൈസിങ് അറ്റംപ്റ്റുകൾ, സിവിലൈസിങ് പ്രോസസ്സുകളൊക്കെ കോളനികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ദ കൊളനൈസേഷൻ വിച്ച് ലേ ദ ഫൗണ്ടേഷൻ ഓഫ് ഫോർ ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം കോളനികളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കൊളനൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ദെൻ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ട്രേഡിംഗ് പാറ്റേൺ, പുതിയൊരു എക്കണോമിക് സിസ്റ്റം കോളനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്ന അതുവരെ ഉണ്ടായിരുന്ന
ഏജ് ഓൾഡ് ആയിട്ടുള്ള ബാർട്ടർ സിസ്റ്റം പൂർണ്ണമായിട്ടും മാറി മണി ബേസ്ഡ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ കൊണ്ടുവരികയും അങ്ങനെ എക്കോണമീനെ യൂണിഫൈ ചെയ്യുകയും ചെയ്തത് ഈ കൊളനൈസേഷൻ്റെ ഭാഗം. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് റിസൾട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എത്രയൊക്കെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടെങ്കിലും കൊളനൈസേഷൻ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഒന്നെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡിസ്യൂണിറ്റി ആയിരുന്നു. രാജ്യങ്ങളുടെ ഇടയിൽ ഒരുപാട് എന്താ പറയുക ചേരിതിരിവുകളും അതുപോലെ തന്നെ കോമ്പറ്റീഷനും റൈവൽറിയൊക്കെ യൂറോപ്യൻ പവേഴ്സിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത് ഈ കൊളനൈസേഷൻ്റെ ഭാഗമാണ്. ബിക്കോസ് കോളനികൾ എക്വയർ ചെയ്യുക എന്നുള്ളത് കൂടുതൽ കോളനികൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഒരു വാശി പോലെയായിരുന്നു. സോ ഇൻ ഓർഡർ ടു എക്വയർ മോർ ആൻഡ് മോർ കോളനീസ് ഇവരുടെ ഇടയിലുള്ള റൈവൽറി കുറച്ച് കൂടുതലായിട്ട് ഇൻറ്റൻസീവായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ദിസ് റൈവൽറി പിന്നീട് നമുക്ക് കാണുന്നത് അത് വൈഡൻ ചെയ്യുന്നത് തന്നെയാണ് കാണുന്നത്, അല്ലാതെ റൈവൽറി ഒരിക്കലും കുറഞ്ഞു വരുന്നത് കാണുന്നില്ല, അത് കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ ഡിസ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റർനാഷണൽ ഡിസ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ദർ വർ ഫ്രീക്വൻറ്റ് വാർസ്, ഒരുപാട് വാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് വാർ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഫൈനലി വിച്ച് ലെഡ് ടു ദി വേൾഡ് വാർ 1. അങ്ങനെയാണ് ഈ ടെറിട്ടറീസിൻ്റെ മേലുള്ള ഓണർഷിപ്പ് അതിൻ്റെ അക്വിസിഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരുപാട് വാറുകൾ ഉണ്ടാകുന്നു. അത് ഫൈനലി വേൾഡ് വാർ 1 ലീഡ് ചെയ്യുന്നത്. ദെൻ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ economic exploitation, one of the worst negative impact of the colonization, because കോളനികളിലേക്ക് ഈ യൂറോപ്യൻ കൺട്രീസ് വന്നത് തന്നെ പ്രധാനമായിട്ടും എക്കണോമിക്കൽ പർപ്പസ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന് എക്കണോമിക് മോട്ടീവായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇവരെ പ്രധാനമായിട്ടും അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കോളനികളിലുണ്ടായിരുന്ന നാച്ചുറൽ റിസോഴ്സസ് തന്നെയായിരുന്നു. സോ they began to exploit the economy. As a result, there was a decline in the traditional economic system. അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ കോളനികളിലും ഉണ്ടായിരുന്ന ട്രഡീഷണൽ എക്കോണമി തകരുകയും പുതിയ എക്കണോമിക് സിസ്റ്റത്തിന് ഒരു ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു പുതിയ എക്കണോമിക് സിസ്റ്റം കംപ്ലീറ്റ് ആയിരുന്നില്ല പല രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും വലിയൊരു എക്കണോമിക് പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു കൊളനൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എക്കോണമിയുടെ ഡിക്ലൈനാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ദർ വാസ് ഓപ്പറേഷൻ ആൻഡ് ദർ വാസ് എക്സ്പ്ലോയിറ്റേഷൻ. പലതരത്തിലും ജനങ്ങളെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. റേസിസം, വൺ ഓഫ് ദി നെഗറ്റീവ് ഇമ്പാക്റ്റ്. നമുക്ക് ഈ റേസിസത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കയിലാണ് യൂറോപ്യൻസിൻ്റെയും ഇടയിലും അതുപോലെ നേറ്റീവ് പീപ്പിളിൻ്റെ ഇടയിലും റേസിസം ഏറ്റവും കൂടുതലായിട്ട് പൊളിറ്റിസൈസ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നു. ആൻഡ് ദർ വാസ് ഓൾസോ ദി ഫോൾ ഇൻ ദ പോപ്പുലേഷനിൽ വലിയൊരു ഡിക്ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. എസ്പെഷ്യലി ഈ കൊളനൈസേഷൻ്റെ സമയത്തുണ്ടായിട്ടുള്ള പോവേർട്ടിയും ഫാമിനും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാറും ഒക്കെ പോപ്പുലേഷനിൽ വലിയൊരു ഡിക്ലൈൻ ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ ഈ കൊളോണിയലിസം കൊണ്ട് കുറച്ച് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് റിസൾട്ടുകളും ഈ കൊളനൈസേഷൻ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ലെറ്റ് us conclude. ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വേൾഡ് ട്രേഡിലുണ്ടായിട്ടുള്ള ചേഞ്ച് വിച്ച് ലെഡ് ടു എക്സ്പാൻഷനിസം ആൻഡ് കൊളോണിയലിസം ബൈ ദി 18th and the 19th centuries. And there were intensive rivalry among the Western powers which accelerated the process of colonialism. Asian countries were colonized by the major European powers like Britain, France, Spain, Dutch, etc. And there was a competition among these European powers to acquire more colonies. Through that, they can claim or they can increase the power and wealth of their nations. This colonization process was begun by the 18th and 19th century and which was almost completed by the 20th century, which created long-lasting effects on the colonies. So that's all about the colonization of Asia. Thank you.